ഒരു വിദ്യാർത്ഥിക്ക് ആ വിദ്യാർത്ഥി പഠിക്കുന്ന ആ പുസ്തകത്തിൽ എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നാളെ പരീക്ഷ എഴുതുമ്പോൾ ആ പരീക്ഷയ്ക്ക് എന്ത് അറിവാണോ ലഭിക്കേണ്ടത് അതുമാത്രം നൽകേണ്ട ഒരാളാണ് ഒരു അധ്യാപിക? ഒരിക്കലുമല്ല. ഒരു അധ്യാപിക ആ കുട്ടിക്ക് ഇനി നാളെ പുതിയ ഭാവിയിൽ എന്തായി തീരണമെന്നാണോ ആഗ്രഹം, അതിനനുസരിച്ചുള്ള പിന്തുണ നൽകി അപ്പോൾ നേരിടേണ്ട ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്. അതിനെ തരണം ചെയ്യാൻ ഒരു വിദ്യാർത്ഥിയെ പ്രാപ്തരാക്കേണ്ട കടമ ഒരു അധ്യാപികക്കാണ്. അതുപോലെ തൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ വിദ്യാർത്ഥിയുടെയും ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മനോഹരമായ കഴിവുകളുണ്ട്. ആ കഴിവുകൾ എന്താണെന്നോ തിരിച്ചറിഞ്ഞ് ആ അധ്യാപിക ആ വിദ്യാർത്ഥിക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകണം. എന്നാലും നമുക്ക് ആ അധ്യാപികയെ ബെസ്റ്റ് ടീച്ചർ എന്ന് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ ആ കുട്ടിയെ നന്നായി പഠിപ്പിക്കുന്നുണ്ട്, ആ പുസ്തകത്തിൽ ക്ലാസ് എടുക്കുന്നത് ഫുൾ ആ കുട്ടിക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നാൽ ഒരു ബെസ്റ്റ് ടീച്ചർ എന്ന് നമുക്കൊരിക്കലും വിളിക്കാൻ കഴിയില്ല. ഒരു അധ്യാപികയെ ബെസ്റ്റ് ടീച്ചർ എന്ന് വിളിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥിക്ക് എന്ത് വിഷമം വന്നാലും അത് ഒരു വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥകരമായി ഒരു അധ്യാപികയോട് ഷെയർ ചെയ്യാം. ആ അധ്യാപികയോട് ഷെയർ ചെയ്താൽ എനിക്കതിനൊരു പരിഹാരമുണ്ടാകും എന്ന ഒരു ഉറച്ച വിശ്വാസം ആ വിദ്യാർത്ഥിയുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ പറയാണ് ഓരോ ടീച്ചേഴ്സിനോടും, നിങ്ങളുടെ വിദ്യാർത്ഥിക്ക്, നിങ്ങൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് നിങ്ങളിലൊരു വിശ്വാസം ഉറവെടുത്താൽ പിന്നെ നിങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു പേഴ്സണാണ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീച്ചറാണ്. അതിലും വലിയൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടാനുണ്ടോ? ഒരിക്കലുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഓരോ വിദ്യാർത്ഥികളെയും അവരുടെ ഉള്ളിലെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്കതിനു വേണ്ട പുറം ലോകത്തേക്കുള്ള അവരുടെ ഭാവിയിലേക്കുള്ള എല്ലാവിധ പിന്തുണയും നൽകി നാളെ അവരോട് നിങ്ങളുടെ വിജയത്തിന് പങ്കാളി ആര് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഓരോ അധ്യാപകരുടെയും പേര് അവർക്ക് പറയാൻ കഴിയണം. അങ്ങനത്തെ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ സ്നേഹിച്ച് സ്നേഹത്തിലൂടെ അവരെ കീഴടക്കൂ, അവരുടെ ഹൃദയം നിങ്ങൾ കീഴടക്കൂ.